അങ്കമാലി സ്റ്റൈൽ പോർക്ക് റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. ഏകദേശം 2 കിലോ പോർക്ക് നെയ്യോട് കൂടിയിട്ടുള്ള കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും വളരെ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു 3 വിസിലിൽ വേവിച്ചെടുക്കുക. നെയ്യോട് കൂടിയിട്ടുള്ള പോർക്കിനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. കുറച്ച് ചെറുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. ഒരു ഉരുളി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് പെരിഞ്ജീരകം ഇട്ട് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന അതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ചെറുതായി അരിഞ്ഞിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റുക. പിന്നീട് അതിലേക്ക് 3 സവാള ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചതച്ച മുളക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പൊടികളായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്കിൽ നിന്ന് അല്പം നെയ്യ് ഒഴിച്ച് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. പിന്നീട് കുക്ക് ചെയ്തിരിക്കുന്ന പോർക്കും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പോർക്കിൽ നിന്ന് നന്നായിട്ട് നെയ്യ് ഇറങ്ങും, അതുകൊണ്ട് പയ്യെ സമയം എടുത്ത് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ റോസ്റ്റ് ചെയ്തത് കുറച്ചധികം റോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുരുമുളക് പൊടിയാണ് സാധാ മുളക് പൊടിയേക്കാളും കൂടുതൽ ചേർത്തിരിക്കുന്നത്. നെയ്യ് ഇത്രയധികം നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പോർക്ക് സൈഡിലേക്ക് മാറ്റി കൊടുത്ത് നെയ്യ് നമുക്ക് ഊറ്റിയെടുക്കാം. നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് ഇതുപോലെ ബ്രൗൺ കളർ ആയിക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. പോർക്ക് ഇഷ്ടമുള്ളവർ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.